ഹരി എന്തിനാണ് എന്റെ മുറിയിലേക്ക് വന്നത്? എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഹരി പോവൂ. എന്നെ വെറുക്കരുത്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഹരിയോട് എനിക്ക് വെറുപ്പില്ല, സ്നേഹമേ ഉള്ളൂ. അമ്മനോടും അതെ. വെറുതെ ഭംഗി വാക്കാണത്. ലോകത്തെനിക്ക് സ്വന്തമെന്ന് ഞാൻ കരുതിയ കുറച്ചാളുകളേ ഉള്ളൂ. എന്റെ സാറ്, അമ്മു, പിന്നെന്റെ ചിറ്റ. പക്ഷെ ഇപ്പോ പറയൂ. നൃത്തവും സംഗീതവും ആത്മാവും ശരീരവുമാണെന്ന് ചിറ്റ പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിയാണത്. ചിറ്റ എന്നെ വെറുത്താൽ എനിക്കെന്റെ എല്ലാം നഷ്ടപ്പെടും. എന്റെ സംഗീതം, ആത്മാവ്, എല്ലാം. ഹരി പ്ലീസ് പൊയ്ക്കൊള്ളൂ. അദ്ദേഹം ഇപ്പൊ വരും. വരട്ടെ, ഞാൻ പോവില്ല. ചിറ്റ എന്നോട് സത്യം ചെയ്യണം. എന്നെ ഒഴിവാക്കില്ലെന്ന്, എന്നെ ഉപേക്ഷിക്കില്ലെന്ന്. ഹരി, നില മറക്കുന്നു. ഇല്ല, ഞാൻ നിലമറക്കില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ആശ്വസിപ്പിക്കാം. നിഷേധിച്ച് പഴയ തെരുവിലേക്ക് എന്നെ ഇറക്കി വിടാം. പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഒന്നിനും ഞാൻ ആളല്ല. വഴിമാറൂ. കരയല്ലേ കുട്ടി? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഒക്കെ നിന്റെ തോന്നലാ. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഇപ്പോഴോ? ഒക്കെ നിന്റെ മണ്ടത്തരങ്ങളാ. ഒന്നുമില്ല. സമാധാനായിട്ട് പോ. അമ്മാമയല്ലേ പറയണേ? ചെല്ലു. എന്നെ അവിശ്വസിക്കരുത്. ഏയ് ഇല്ല, തന്നെ ഞാൻ അവിശ്വസിച്ച അത് ഞാൻ എന്നെ അവിശ്വസിക്കുന്ന തുല്യല്ലേ. പക്ഷേ സുധേ, എന്താ ഇതൊക്കെ? എനിക്ക് മനസ്സിലാകുന്നില്ല.
ബോംബെയിൽ നല്ല മാസ്റ്റേഴ്സ് ഉണ്ട്. ഹരി കുറച്ച് ഹിന്ദുസ്ഥാനി വെസ്റ്റേണും പഠിക്കട്ടെ. ഇനി അധികം വൈകണ്ട, ഉടനെ അത് ചെയ്യണം. എന്താ തനിക്ക് തന്നെ ഭയമുണ്ടോ? താൻ അടിപതറി പോകുന്നു? ഇല്ല, പക്ഷേ മറ്റ് എല്ലാവരും എനിക്ക് ഭയമാണ്. എന്നെയും? സത്യം പറഞ്ഞല്ലാതെ എനിക്ക് എനിക്ക് ഈ മനസ്സ് നഷ്ടമാവരുത്. തനിക്ക് മാത്രമായിട്ട് നഷ്ടപ്പെടലുണ്ടാവും തോന്നുന്നുണ്ടോ? നേടുന്നത് നഷ്ടപ്പെടുന്നത് നാം ഒരുമിച്ചല്ലേ? കഥകളിലൊക്കെ ഞങ്ങൾ എഴുതാറുണ്ട്, ആത്മാവും ഒന്നായി തീർന്നു എന്നൊക്കെ. നമുക്കത് സങ്കല്പമല്ല, സത്യമാണ് അല്ലേ? അതെ. ഹരിയെ വെറുക്കരുത്. നമ്മളല്ല പിന്നെ ആരാണ് അവനുള്ളത്? മനസ്സ് ഒരു വികൃതി കുട്ടിയാണ്. പൂവേത്, തീയേത്, മുള്ളേത് ഒന്നും അറിയാതെ കടന്നു പിടിക്കും. ഹരി, ക്ഷീണമുണ്ടായി കിടന്നോളൂ. ഞാനും സുധയും കൂടെ നിന്റെ ചില കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. പഠിത്തത്തെ കുറിച്ചാണ്. ബോംബെയില് ഹിന്ദുസ്ഥാനി. ഞാൻ പോകുന്നില്ല. എന്താ കാരണം? ഞാനിനി പഠിക്കുന്നില്ല. ഒന്നും വേണ്ട എനിക്ക്. പിന്നെ ഞാനിവിടെ കഴിഞ്ഞോളാം. അതിഷ്ടമല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകണം. എവിടെ പോകാനാണ്? തെരുവുകൾ പുഴുണ്ടല്ലോ, അവിടെ നിന്നല്ലേ എന്നെ പിടിച്ചെടുത്ത്. അവിടേക്ക് എന്നെ പൊക്കണം. അതിനല്ലല്ലോ നിന്നെ മകനെ പോലെ വളർത്തിയത്. ഇങ്ങനെ സംസാരിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങളൊക്കെ ചെയ്തത്? ആരും ഒന്നും ചെയ്തില്ല. ചെയ്തത് മുഴുവൻ ഞാൻ നന്ദികേട്, നെറികേട് ഒക്കെ ചെയ്തു. പാലൊന്ന് കഴിക്കാൻ കടിച്ചു എന്ന് ഞാൻ പറയില്ല, സുധയും പറയില്ല. ആരും പറയുന്നില്ല. പക്ഷേ എല്ലാവരുടെ മനസ്സിലുള്ള അത് തന്നെയാ. ഏത്? തുറന്നു പറയൂ. ഞാൻ ചിറ്റയോട് എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു ചോദിച്ചു എന്നോട്? ഇല്ല. എന്ത് ചോദിക്കാനാണ്? ഒന്നുമില്ല. കള്ളം. മനസ്സിലുള്ള മുഴുവൻ മൂടി വെക്കുക, എന്നിട്ട് ഗൂഢാലോചന നടത്തുന്നു. എന്നെ പറഞ്ഞു വിടണം, എന്നെ ചിറ്റന്ന് അകറ്റണം. അതിനു വേണ്ടിട്ടല്ലേ ബോംബെ ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞ്. എന്ന് തന്നെ ധരിച്ചോളൂ. അവളിൽ മറ്റൊരാൾ അധികാരവും അവകാശവും സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ഏത് തരം റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, എനിക്കത് സഹിക്കില്ല. നിന്റെ ആരാണ് അവൾ? എന്റെ അമ്മയാണോ? സഹോദരിയോ സുഹൃത്തോ ആണോ? അല്ല. കാമുകയാണോ? പറയൂ, ആരാണ് നിനക്കവൾ? എനിക്കവർ അതിനേക്കാളൊക്കെ അപ്പുറത്താ. അരുത്, അത് മോഹിക്കരുത്. അവൾ എന്റെ ജീവനും ജീവിതവുമാണ്. നീ തിരിച്ചു പോണം. ഏത് തെരുവിലേക്കും കുപ്പത്തൊട്ടിലേക്കും നിനക്ക് പോകാം. അത് ഞാൻ സഹിക്കും. പക്ഷെ ഇത് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നൊരു കഥയുണ്ട്. മാണിക്യക്കല്ല് ശിരസിൽ ധരിച്ച നാഗങ്ങളുടെ കഥ. കുതിരച്ചാണകത്തിൽ പൊതിഞ്ഞ് തുകലുറയിൽ ഒളിപ്പിച്ചു വെച്ച് കല്ലുമോഷ്ടിക്കുന്ന രാജകുമാരോട് നിനക്ക് ദേഷ്യമായിരുന്നു. മാണിക്യം നഷ്ടപ്പെട്ട് തലതല്ലിച്ചാകുന്ന നാഗങ്ങളെ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ട്. ഈ മാണിക്യക്കല്ല് നഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെന്ത് ചെയ്യും?
എന്ത് വേഷ ഹരിയേട്ടായത്? സാരമില്ല. ഇവിടെ നിന്നാ ശരിയാവില്ല. എനിക്ക് മടുത്തു. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാനില്ല. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹരിയേട്ടന് ഇപ്പോഴും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, അവസാനായിട്ട്, എന്നെ ഹരിയേട്ടന് ഇഷ്ടമാണോ? അതെ. എന്നെ ഹരിയേട്ടൻ കല്യാണം കഴിക്കൂ? ഇല്ലല്ലേ? അവളെ അത്രയ്ക്ക് ഇഷ്ടമായി. അവളെ വീട് നശിപ്പിക്കും, എല്ലാരെയും നശിപ്പിക്കും. എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്താ വേണ്ടത്? എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ പോവാ. എങ്ങോട്ട്? പിച്ചത്തൊട്ടിലേക്ക്. എന്റെ സാർ സമ്മതിച്ചു. അല്ല, അപേക്ഷിച്ചു. പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയണം. ഒന്ന് പുറത്തേക്ക് വരൂ. നാളെ സംസാരിക്കാം. ഞാനിന്ന് ഈ രാത്രി പോവും. ചിറ്റയ്ക്ക് എന്നെ പേടിയുണ്ടോ? ചിറ്റമ്മയില്ലേ എനിക്ക്? പിന്നെ എന്നെ പേടിക്കുന്ന എന്തിനാ? മകന്റെ അടുത്തേക്ക് ഒരമ്മയ്ക്ക് ഇറങ്ങിയവരെ പേടിക്കണം വെച്ചിട്ട്. ഞാൻ വരാം. ഹരി വിളിച്ചാൽ ഇറങ്ങി വരാൻ എനിക്കെന്തിനാണ് ഭയം? മറ്റാരും അല്ലല്ലോ, ഹരിയല്ലേ? ഞാൻ നിലമറന്ന് മോശമായി പെരുമാറുന്നു. ഭയമുണ്ടോ? ഇല്ല. സത്യമാണോ പറയുന്നത്? സത്യം. ഇത് മതി എനിക്ക്. ഈ വിശ്വാസം, ഈ സ്നേഹം, ഒരു സുഹൃത്തിനോടുള്ള അടുപ്പം, ഒരു കാമുകനോടെന്ന പോലുള്ള ആരാധന. വേറൊന്നും വേണ്ട ഹരിക്ക്. മാണിക്യം മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന രാജകുമാരനാകണ്ട. നാഗങ്ങൾക്ക് വേണ്ടി ഹരി എന്നും കരഞ്ഞിട്ടേ ഉള്ളൂ. മനസ്സിലാകുന്ന പോലെ പറയാം. അതൊരു കുട്ടിക്കഥ. എവിടെയായിരുന്നാലും ഞാൻ ചിറ്റയെ മറക്കില്ല. ഹരി നശിക്കൊന്നുമില്ല. ചിറ്റ കണ്ടോളൂ, ഹരി വലിയ ആളാകും.
ഹരി ഇനി എങ്ങും പോണ്ട. പോണം. അത് മാറ്റൂല. അല്ലെങ്കിൽ എല്ലാരും വിഷമിക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് ആ കഴുതയ്ക്ക അമ്മുന്. ചിറ്റേ, എന്റെ നെറുകയിൽ കൈവച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ ചിറ്റേ. എന്റെ മകന് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ചിറ്റേ, 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 ചിറ്റേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണ് സർ? 6 ഇഞ്ച് താഴ്ചയുള്ള 4 മുറിവുകളുണ്ട്. ശ്വാസകോശത്തിന് ഹൃദയത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട്. സാറും ഒരു മലയാളി ആയതുകൊണ്ട് തുറന്നു ചോദിക്കുകയാണ്. എൻ.എസ്. അനന്തപത്മനാഭൻ തന്നെയാണ് കൊല നടത്തിയതെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? സാക്ഷിമൊഴികളെല്ലാം അങ്ങനെയാണ്. സാഹചര്യ തെളിവുകളും അത് തന്നെയാണ്. ബോധം മറയുന്നതിന് മുമ്പ് പ്രതി തന്നെ കുറ്റം സംഭവിച്ചിട്ടുണ്ട്. എൻ.എസിന് മാരകമായ വിധത്തിൽ പരിക്ക് പറ്റിയത് എങ്ങനെയാണ് സാർ? കൊലയ്ക്ക് മുമ്പ് പരസ്പരം ബലപരീക്ഷണവും ദേഹോപദ്രവവും നടന്നിട്ടുണ്ട്. മറ്റാരും തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് പ്രതി മൊഴി വന്നിട്ടുണ്ട്. ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്ന സത്യമാണോ സർ? അതെ. അതേക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. പ്ലീസ് ഒന്ന്. മയക്കം തെളിഞ്ഞാച്ചാ? ഇന്നും തെളിയില്ല സർ. ഡോക്ടർ என்ன சொன்னாரு? മയക്കം തെളിഞ്ഞ പ്രശ്നം ഇല്ലേന്ന്. സുധർമ്മയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നാളെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സിനിമാക്കാരും നിർബന്ധം പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വല്ല വിരോധമുണ്ടോ? ഇല്ല, അവര് കൊണ്ടുപോകട്ടെ.